ബി ജെ പിക്ക് വേണ്ടി അങ്ങത്തരം വിവരങ്ങൾ മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യവും രാജ്യത്തില്ല. ഇത് അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളാണെങ്കിൽ ആ രേഖകൾ സംഘടിപ്പിക്കാൻ താമസമില്ലെങ്കിൽ അത് കൊടുക്കുന്നതിൽ ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള വിരോധത്തിൻ്റെയും അടിസ്ഥാനമില്ല, ആവശ്യവുമില്ല. ഇവിടെ നോക്കൂ, ഈ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് രാജ്യത്തെ ഇലക്ട്രൽ റിഫോംസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ ഭാഗമായി 2018 വന്നിട്ടുള്ളതാണ്. അന്ന് ഈ ഇലക്ട്രൽ റിഫോംസിൻ്റെ ഭാഗമായി ഇലക്ട്രൽ ബോണ്ട്സ് കൊണ്ടുവരുന്ന സമയത്ത് ഈ പറയുന്ന കോൺഗ്രസിനോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും അതിൽ കാര്യമായിട്ട് ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും അതിനെ സ്വീകരിക്കുകയും അവരെല്ലാവരും തന്നെ ഇലക്ട്രൽ ബോണ്ട്സ് വഴി സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ പ്രശ്നം എന്താ? സ്വാഭാവികമാണ്, രാജ്യത്ത് ഭരണ സംവിധാനത്തിലുള്ള രാജ്യത്ത് കൂടുതൽ ജനങ്ങളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതലായിട്ട് സംഭാവന ലഭിക്കും. നേരത്തെ കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ അവർക്കായിരുന്നു കൂടുതൽ സംഭാവനകൾ ലഭിച്ചിരുന്നത്. രാജ്യത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന്, വലിയ വലിയ വ്യവസായികളിൽ നിന്ന്, വലിയ പ്രമുഖരിൽ നിന്നൊക്കെ കൂടുതൽ സംഭാവന അക്കാലത്ത് ലഭിച്ചിരുന്നത് കോൺഗ്രസിനായിരുന്നു. ഇന്ന് കാലം മാറി, ബി ജെ പി അധികാരത്തിൽ വന്നു. രാജ്യത്തെ 70% സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിലുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറി. സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് കൂടുതൽ ആളുകൾ സംഭാവന കൊടുക്കാൻ തുടങ്ങി. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ? കോൺഗ്രസിന് 1400 കോടിയേ കിട്ടിയുള്ളൂ, ബി ജെ പിക്ക് 6000 കോടി കിട്ടി. ഇത്രേ പ്രശ്നമുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയത് അഴിമതി പണവും അവർക്ക് കിട്ടിയത് മുഴുവൻ നല്ല പണവും എന്നെങ്ങനെയാണ് വിവക്ഷിക്കുന്നത്? ഏത് രീതിയിലാണ് അവർക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? ഇവിടെ കോൺഗ്രസിന് 1400 കോടി കിട്ടിയിരിക്കുന്നു. അവരുടെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരുപക്ഷെ നാളെ അവരൊരുമിച്ച് നിൽക്കാൻ സാധ്യതയുള്ള അവരുടെ മുന്നണിയുടെ ഭാഗമായിരുന്ന മമതാ ബാനർജിക്ക് കിട്ടിയിട്ടുള്ളത് 1600 കോടി. തമിഴ്നാട്ടിൽ DMKക്ക് കിട്ടിയിട്ടുണ്ട് 1600 കോടി. ഇവരെല്ലാവരും ഇവർക്ക് എല്ലാവർക്കും ഇലക്ട്രൽ ബോണ്ട് വഴിക്ക് പണം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആകെ സംഭാവനയിൽ 51% മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട്സ് വഴി കിട്ടിയിട്ടുള്ളത്. കോൺഗ്രസിന് ഏകദേശം 67% തുകയും കിട്ടിയത് ഇലക്ട്രൽ ബോണ്ട്സ് വഴിക്കാണ്. DMKക്ക് 91% തുക കിട്ടിയിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ട്സ് വഴിക്കാണ്. TMCക്കും അതുപോലെ തന്നെയാണ് 90%-ലധികം തുക കിട്ടിയിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ട്സ് വഴിക്കാണ്. അപ്പോൾ ആ പണം മുഴുവൻ എന്താണ്? അപ്പോൾ ബി ജെ പിക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഇവരെല്ലാവരും ഇലക്ട്രൽ ബോണ്ട്സ് വഴിക്ക് സംഭാവന വാങ്ങിയ ആളുകളാണ്. അങ്ങനെ രാജ്യത്ത് നോക്കൂ, ഇലക്ട്രൽ ബോണ്ട്സ് വഴിക്ക് വാങ്ങുന്ന സംഭാവനകളൊക്കെ തെറ്റാണ് എന്ന രീതിയിലുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ഇവിടെ ഇലക്ട്രൽ ബോണ്ട്സ് വഴിക്ക് സംഭാവനകൾ നൽകുന്നതിന് മുൻപായിട്ട് ഈ രാജ്യത്തുണ്ടായിരുന്ന രീതി എന്തായിരുന്നു? ഈ വിവരങ്ങൾ മറച്ചുവെക്കുന്നതിനെ കുറിച്ച് സുപ്രീം കോടതി രേഖപ്പെടുത്തിയ ആശങ്കയെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. ഇലക്ട്രൽ ബോണ്ടിനെ അന്ന് ആരും എതിർത്തില്ല എന്നാണ്. തീർച്ചയായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ പ്രതിനിധിക്ക് അതിനോട് എതിർപ്പുണ്ടായിരിക്കും. അന്നും ഇന്നും എന്നും അവരതിനെ എതിർത്തിട്ടുണ്ട്. ഒരു പൈസ പോലും അതിൽ സംഭാവന നേടിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അവർ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, BJPക്ക് വേണ്ടി SBI അത് ചെയ്തു എന്നല്ല, കേന്ദ്ര സർക്കാരിന് വേണ്ടി ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം അതിന് പിന്നാലെ ഉണ്ടായോ എന്നുള്ളത്. അല്ലെങ്കിൽ എന്തിന് രാജ്യത്തെ ഏറ്റവും ശക്തമായ ധനകാര്യ സ്ഥാപനം, ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് വിവരങ്ങൾ നൽകാൻ സാവകാശം തേടുകയും പിന്നീട് അപൂർണമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്യണം? മാധു, ഞാൻ പറഞ്ഞല്ലോ, അത് SBI പറയേണ്ട മറുപടിയാണ്. അതെങ്ങനെ ഞാൻ പറയും? അല്ല, SBI അവർ സ്വാഭാവികമായിട്ടും സമയം ചോദിച്ചു കാണും. അത് അവർ കോടതിയുമായി സംസാരിക്കുന്ന കാര്യമല്ലേ? സമയം ചോദിച്ചു കഴിഞ്ഞ ദിവസം നൽകണമെന്ന് സുപ്രീം കോടതി കർശനമായ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഈ പകുതി വെന്ത വിവരങ്ങൾ സുപ്രീം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് രാജ്യത്ത് ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്ത് അതിലെ ഈ രാജ്യത്തുണ്ടാകുന്ന സ്ഥാപനങ്ങൾ ക്രമരഹിതമായ ഇടപാടുകൾ നടത്തുന്നത് ആ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അതിലൊരു രാഷ്ട്രീയ സമ്മർദ്ദവും ഇല്ല എന്ന് സമർത്ഥിക്കാൻ കഴിയുന്നത്? അല്ല, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവാണ് അത്. തീർച്ചയായിട്ടും ഒരു ദേശസാൽകൃത ബാങ്കിന്റെ ഭരണസമിതിക്ക് അത് പാലിച്ചേ മതിയാകൂ. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ വിവരങ്ങൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടി വരും. അതിലെന്താ തർക്കമുള്ളത്? ഇന്നല്ലെങ്കിൽ നാളെ ജൂൺ വരെയാണ്. ജൂൺ 30 വരെ സമയം ചോദിച്ചു. എന്തിനാണ്? ഈ നാട്ടിലെ തിരഞ്ഞെടുപ്പ് നടക്കണം, ജനങ്ങൾക്ക് ചിന്തിക്കാനും പറയാനും അതിന് പിന്നിലെ രാഷ്ട്രീയം കാണാനുമുള്ള സാവകാശം കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധി അതിലുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സമയം കിട്ടിയില്ല, അപ്പോൾ പിന്നെ വലിയ തകരാറില്ലാത്ത വിവരങ്ങളാകട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ? അല്ല മാധു, ഇതൊക്കെ നിങ്ങളുടെ സ്പെക്കുലേഷൻസ് അല്ലേ, നിങ്ങളുടെ ഊഹങ്ങളല്ലേ നടക്കുന്നത് മുഴുവൻ. ഇതിനു മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? ഈ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ, ഇതല്ലെങ്കിൽ എന്താ പറയുക, ഈ സംഭാവന നൽകിയവരുടെ പേരുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ എവിടെ ഇടിഞ്ഞു വീണത്? ആർക്കൊക്കെ സംഭാവനകൾ കിട്ടിയിട്ടുണ്ട്? കോൺഗ്രസിന് എത്ര കിട്ടിയിട്ടുണ്ട്? DMKക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? TMCക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? BJPക്ക് കിട്ടിയതിനോളം തുല്യമായിട്ടുള്ള തുകയാണ് ഇവര് ഇന്ത്യ അലയൻസിന് മൊത്തമായിട്ട് കിട്ടിയിട്ടുള്ളത്. 10,000 കോടി രൂപ വാങ്ങിയിരിക്കുന്നവരാണ്. അവരാണ് പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ അഴിമതിയാണെന്ന് പറയുന്നത്. ഇതെന്ത് ന്യായീകരണമുള്ളത്?
BJP-ക്ക് സംഭാവന കിട്ടിക്കഴിഞ്ഞാൽ അത് മോശം, അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം ന്യായം. അതെടുത്ത പരിപാടിയാണ്. കിട്ടിയ പണം ഒരു തട്ടിൽ തൂക്കി നോക്കിയിട്ടല്ല എന്ന് അങ്ങേക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് രാജ്യത്തെ പരമോന്നത കോടതി പറഞ്ഞതുകൊണ്ടാണ് അഴിമതിയാണ് എന്നും സുതാര്യതയല്ല എന്നും പറയുന്നത്. അത് എന്തിനാണ് അങ്ങ് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലെ തൂക്കം നോക്കുന്നത് എന്ന് പറയുന്നത്? എല്ലാവർക്കും ബാധ്യതയുണ്ട്, ഞങ്ങളെ മാത്രം എന്തിന് എന്ന് ചോദിച്ചുള്ള ഒരു ലളിതവൽക്കരണമാണ്. അതല്ല ഇവിടെ നടക്കുന്നത്. രാജ്യത്തെ കോടതി പറഞ്ഞു അത് വിശ്വസനീയമല്ല, അത് സുതാര്യമല്ല. അല്ല, ഞാൻ പറയട്ടെ, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ മാധുവിനെ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഇലക്ട്രൽ ബോൺസ് ഉണ്ടായി എന്നതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നെ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ചോദ്യം രണ്ടാമത് ആവർത്തിക്കേണ്ടി വന്നത്. ഇലക്ട്രൽ ബോൺസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? ഇലക്ട്രൽ ബോൺസ് ഉണ്ടാവുന്നതിന് മുമ്പ് ഈ രാജ്യത്തുണ്ടായിരുന്ന സാഹചര്യം എന്താ? അത് നിങ്ങൾ പരിശോധിക്കണ്ടേ? ഈ ഇലക്ട്രൽ ബോൺസിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ആണുള്ള അഭിപ്രായം ഞങ്ങൾക്കുമില്ല. അതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാകാം, തീർച്ചയായിട്ടും ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യം എന്താ? പൂർണ്ണമായിട്ടും കള്ളപ്പണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇലക്ട്രൽ ഫണ്ടിംഗ് ആയിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. ആ ഇലക്ട്രൽ ഫണ്ടിങ്ങിലേക്ക് രാജ്യം തിരിച്ചു പോകണോ എന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് തിരിച്ചു പോയിക്കോട്ടെ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അനുസരിച്ച് ചുരുങ്ങിയ പക്ഷം ബാങ്കിങ് ട്രാൻസാക്ഷനിലൂടെയാണ് പണം കൈമാറുന്നത്. ഏത് പാർട്ടിക്ക് പണം കിട്ടിയെന്ന് സംബന്ധിച്ച റെക്കോർഡുകളുണ്ട്. ഏത് ബാങ്കിൽ നിന്ന് ഈ പണം പോയി, ബോണ്ടുകളായി പോയി എന്ന് സംബന്ധിച്ച റെക്കോർഡുണ്ട്. ഈ റെക്കോർഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ റെക്കോർഡ് എവിടെ ഉണ്ടായിരുന്നു? ഇപ്പോഴും പൂർണ്ണമായി അവൈലബിൾ അല്ല. അതിന്റെ പ്രൈവസി എന്ന് പറയുന്നതിന് മാത്രമാണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് അതിന്റെ സുതാര്യതയ്ക്ക് ഒരു ബഹുമാനവും ഉണ്ടായിരുന്നില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ആര് പണം കൊടുത്തു എന്ന്. അത് അറിയാതിരിക്കുന്നത് കൊണ്ടാണ് സുപ്രീം കോടതി അത് പറഞ്ഞത്. ഇപ്പോൾ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം നടന്നത് വളരെ സുതാര്യമായ ഒരു കാര്യമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അല്ല, ഒറ്റ ചോദ്യം, ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് മൊത്തം അറിയായിരുന്നു ആർക്ക് സംഭാവന കൊടുത്തു, എത്ര പണം കൊടുത്തു ഒന്ന് പറഞ്ഞു? അല്ല, ഇത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറഞ്ഞില്ലേ? അതോ അതിന് മുമ്പ് പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നോ? അല്ല വലിയ ആ വർത്താനം പറയണ്ട. അല്ല, ആ വർത്താനം ഏത് വർത്തമാനം പറയണമെന്ന് ഏത് വർത്തമാനം തീരുമാനിക്കരുത്. നേരത്തെയുള്ള സിസ്റ്റം കൂടുതൽ നിങ്ങൾ എനിക്കൊരു താല്പര്യമില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഈ സിസ്റ്റം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയത്. ഈ വാദം സുപ്രീം കോടതിക്ക് മുൻപാകെ ചെന്നില്ല എന്നാണോ ശ്രീ സന്ദീപ് വാര്യർ പറയുന്നത്? അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. മാധു തടസ്സപ്പെടുത്തല്ലേ, ഞാൻ കൃത്യമായ കാര്യം പറയട്ടെ. ഇലക്ട്രൽ ബോൺസ് വരുന്നതിന് മുമ്പുള്ള സംവിധാനം എന്ന് പറയുന്നത് ഒട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള സംവിധാനമായിരുന്നില്ല. പൂർണ്ണമായിട്ടും കള്ളപ്പണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് ആണ് രാജ്യത്തുണ്ടായിരുന്നത് എന്നുള്ളത് എനിക്കും മാധുവിനും ചർച്ച കാണുന്നവർക്കും മുഴുവനും അറിയാം. അതിനുശേഷം ഇലക്ട്രൽ ബോൺസ് എങ്ങനെ വന്നു? ഇലക്ട്രൽ റിഫോംസിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് ഇലക്ട്രൽ ബോൺസ് വന്നു. ആ ഇലക്ട്രൽ ബോൺസ് പെർഫെക്റ്റ് സിസ്റ്റം അല്ല എന്നുള്ളത് സമ്മതിക്കുന്നു. കോടതി അത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു. ശരി, നമുക്ക് പഴയതിലേക്ക് തിരിച്ചു പോകാം, വീണ്ടും പഴയ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകാം എന്ന് കരുതി ഈ രാജ്യത്തെ ആളുകൾ സംഭാവന കൊടുക്കുന്ന ഇല്ലാതാകും എന്ന് മാധു പ്രതീക്ഷിക്കുന്നുണ്ടോ?